നമുക്ക് കുറെ സ്റ്റുഡൻസ് ഡൗട്ട് ചോദിച്ചതിൽ എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയ ഒരു കാര്യമാണ് കീം എക്സാമിന് PYQs മാത്രം പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ നല്ലൊരു റാങ്കിലേക്ക് എത്താൻ പറ്റൂ. അതായത് മുൻവർഷ ചോദ്യങ്ങൾ മാത്രം പ്രാക്ടീസ് ചെയ്തിട്ട് പോയി. അപ്പോൾ അവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പം കീം എക്സാം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പൊ ഇതില് നമുക്ക് ആ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്ത് പോകുന്നത് നല്ലത് തന്നെയാണ്. പക്ഷെ അത് മാത്രം പഠിച്ചാൽ മതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിപ്പം ഇത്രയും അധികം +1-ന്റെയും +2-ന്റെ ഇത്രയും ടോപ്പിക്സ് ഉണ്ട് അല്ലെ. അപ്പൊ കഴിഞ്ഞ വർഷത്തിൽ എല്ലാം കവർ ചെയ്തിട്ടുണ്ടാവണമെന്നില്ല. അപ്പൊ ചിലപ്പോൾ കുറെ ടോപ്പിക്സ് നമുക്ക് മിസ്സായി പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എല്ലാ ടോപ്പിക്സും നിങ്ങൾക്ക് കൃത്യമായി അതിന്റെ ഫോർമുലാസും അതേപോലെ ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ്സും ഇക്വേഷൻസും എല്ലാം അറിയാമെന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് കോൺഫിഡന്റ് ആണെന്നുണ്ടെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് സോൾവ് ചെയ്ത് പഠിച്ചാൽ മതി. നമുക്ക് എന്തായാലും ഓൺലൈൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരു 4-5 സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ കഴിഞ്ഞ വർഷത്തെ അതിന് മുന്നത്തെ വർഷത്തെയായിട്ട് അവൈലബിൾ ആണ്. അപ്പൊ അതിലത്തെ എല്ലാ ക്വസ്റ്റ്യൻസും സോൾവ് ചെയ്താൽ തന്നെ നമുക്ക് അത്യാവശ്യം കുറെ ചോദ്യങ്ങൾ കിട്ടും. നമുക്ക് ആ പാറ്റേൺ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ വെറുതെ കുറെ അവിടുത്തെ ഇവിടുത്തെ ക്വസ്റ്റ്യൻ പഠിക്കുന്നതിന് പകരം കീമിന് ചോദിക്കുന്ന പാറ്റേൺ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അത് പ്രാക്ടീസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ യൂസ്ഫുൾ ആണ്. പക്ഷേ എന്താ പറയാ, ബേസിക് ആയിട്ട് നമുക്ക് അറിയില്ല. നമ്മൾ ജസ്റ്റ് ബോർഡ് എക്സാമിന് പഠിക്കുന്ന രീതിയിൽ മാത്രം മനസ്സിലാക്കി പോയിട്ട് ഈ ക്വസ്റ്റ്യൻസ് മാത്രം അവസാനം ബോർഡ് എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് PYQs മാത്രം സോൾവ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് നല്ലൊരു സ്കോറിലേക്ക് എത്താനും പറ്റില്ല. അപ്പൊ അത് നമ്മൾ ഏത് രീതിയിലാണ് നമ്മളുടെ പ്രിപ്പറേഷൻ പോകുന്നത് എന്നുള്ളതിനനുസരിച്ചിരിക്കും. എനിവേ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് സോൾവ് ചെയ്യുന്നത് നമുക്ക് പാറ്റേൺ മനസ്സിലാക്കാനും കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാനും യൂസ്ഫുൾ ആയിരിക്കും. നമ്മളുടെ ഈ ഒരു ചാനലിൽ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ സീരീസ് അതിന്റെ സൊല്യൂഷൻ സീരീസ് ഇടുന്നുണ്ട്. അത് ഫ്രീ ആയിട്ടാണ്. അപ്പൊ നിങ്ങൾക്ക് അത് കാണാം. ഒപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ അത് ഷെയർ ചെയ്യാം കേട്ടോ. ബൈ.